അമ്മ അമ്മ ഹാങ് ഓവർ മോളെ, ഹാങ് ഓവർ. കുറച്ച് വിഷം കൂടെ വാങ്ങി അതിലേക്ക് ഒഴിക്ക്, എന്നിട്ട് കുടിക്ക്. കുറച്ച് എനിക്കെന്താ തീരട്ടെ ഈ കഥ. നിലവിളിക്കല്ലേ മോളെ, തലവേദനിക്കുന്നു പ്ലീസ്. അമ്മച്ചി ജീവിച്ചിരിക്കുന്നവരെ നീ പേടിക്കണ്ട മോളെ, നീ തോക്കൂല. ഇക്കണക്കിനാണെങ്കി അമ്മയും പപ്പയും ഒരുപാട് കാലം ജീവിക്കത്തില്ല. അത്ര പെട്ടെന്നൊന്നും ഞാൻ മരിക്കില്ല. മനസ്സിന്റെ കട്ടി എനിക്കറിയാം, പക്ഷെ ഉള്ളിൽ ചില കിളിന്ത അവയവങ്ങളുണ്ട്, അത് മറക്കണ്ട. സ്റ്റുഡിയോയിൽ വരുന്ന ഓരോ അമ്മമാരെ കാണണം, കൊതിയാവും. അമ്മ ഏത് മകൾ ഏതെന്നറിയില്ല. ഇത് പകല് കള്ളും കുടിച്ച് ചീർത്ത് വീർത്ത്. അമ്മച്ചി തീരെ വൃത്തികേടായോ മോളെ? കണ്ണാടി പോയി നോക്ക് വല്ലപ്പോഴും ഒക്കെ. അതാണിപ്പോ അവിടെയുള്ള ഓരോരുത്തന്മാർക്ക് അമ്മച്ചി റെഡി. മോള് പറ, ഞാൻ എന്ത് ചെയ്യണം? കുളിച്ച് വൃത്തിയായി സ്റ്റുഡിയോയിലേക്ക് ചെല്ല്, അച്ചായനെ കാണും, ആ കോൺട്രാക്ട് ഒപ്പിട്ടോണ്ട് വാ. അയ്യോ മക്കളെ, അത് വേണ്ട, നമ്മുടെ വില പോകും. അവരിങ്ങോട്ട് വിളിക്കണം. ഓ, നല്ല വിലയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പെൺകുട്ടികളുടെ റോൾ മോഡൽ പലപ്പോഴും അമ്മമാരാ. ഞാനും തുടങ്ങും ഇതുപോലെ, അന്നേ അമ്മ പഠിക്കൂ. ഇനിയിപ്പോ അയാൾക്കിത് ബോധിക്കുവോ? ബാംഗ്ലൂരുള്ളൊരു മോഡലാ, നല്ല കുട്ടിയെന്നാ കേട്ട്. ഫോട്ടോ കൊണ്ടുവന്ന ഷറഫിനെ എനിക്കറിയാം, അവനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണ്ട. എന്താ ചിലപ്പോ 12 വർഷം മുമ്പുള്ള ഫോട്ടോ ആയിരിക്കും. നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോ 5 പേരും കഴിഞ്ഞിരിക്കും. മധു, ആരോ നോക്കിയേ. ഓ, നാരായണേട്ട തിരൊന്ന് മാറിയേ. നാരായണ ബാങ്കിൽ പോകണ്ടേ? ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് വന്നാണല്ലോ. ഓ, ഒന്നുകൂടെ പോയിട്ട് വരാം. രാവിലെ തന്നെ തുടങ്ങിയോ? നല്ല സ്മെല്ല് വരുന്നല്ലോ. അച്ചായൻ സത്യമായിട്ടുമില്ല. എന്നാ ഇന്നലത്തെ ആയിരിക്കും. എന്റെ മുറി സ്കോച്ച് ഉണ്ട്, ഓരോന്ന് അടിക്കാം. അയ്യോ, ഗുരുജിയുടെ കാറൊക്കെ കിടപ്പുണ്ട്. അയാൾ ഇങ്ങോട്ടൊന്നും വരില്ലെന്നേ, എഡിറ്റിംഗ് റൂമിലായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. അച്ചാമ്മ പോയോ? അറിയില്ല സർ, സ്റ്റോറി ബോർഡ് ഞാൻ ഇപ്പോഴാ കണ്ടത്. സ്ക്രിപ്റ്റിൽ തന്നെയുണ്ട് ആ ഹെയർ ഓയിലിന്റെ സുഗന്ധം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സർ. പക്ഷേ നല്ല മുടിയുള്ളൊരു കുട്ടി വേണ്ടേ സർ? അത് നമുക്ക് കണ്ടുപിടിക്കാം. ആ സ്റ്റോറി ബോർഡ് അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്തേക്കും. ഓക്കെ, ഡൺ. ഇത് മെയിൽ ചെയ്ത് കഴിഞ്ഞ് ബാലപെക്കുള്ളൂ. ഹാൻഡ്ലൂമിന്റെ പ്രോജക്റ്റ് ഞാൻ വീട്ടിൽ പോലും ചെയ്തോളാം. അതിന്റെ മോഡൽ ലിസ തന്നെയാണോ സർ, അതോ മറ്റേ കുട്ടിയോ? മറ്റേ കുട്ടി, ഒരു ഫ്രഷ് ഫേസ്, അതാവും നന്നാവുക അല്ലേ? യെസ് സർ. ഒരു ഫ്രഷ് ഫേസ് ആയിട്ട് ഞാനും വന്നേ, മോഡലാവാൻ. പക്ഷേ ആ പഴയ വിപ്ലവ നാടകത്തിന്റെ പേര് പോലെ ഗുരുജി എന്നെ അസോസിയേറ്റ് ആക്കി. ഓവർ സൈസാ തന്റെ ബ്രെയിൻ. ക്യാമറയ്ക്ക് പിന്നിലാവും സൂട്ടാവുകയെന്ന് എനിക്ക് തോന്നി. പെട്ടുപോയെന്ന് തോന്നുന്നുണ്ടോ? നോ സർ, നെവർ. ഐ ആം ദ ഹാപ്പിയസ്റ്റ് അസോസിയേറ്റ് എവർ ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഫൈൻ. അച്ചായ, ഒന്ന് ഇങ്ങോട്ട് വന്നിരി. എന്താ അച്ചാമ്മേ? ഇനി ഞാൻ വന്ന കാര്യം പറയാം. വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയൊന്നും പറയണ്ട. കാശ് എന്തെങ്കിലും വേണമെങ്കിലോ ഓഫീസിൽ നാരായണ കാണും, വാങ്ങിക്കോളൂ. കാശൊന്നും എനിക്ക് വേണ്ട. കൈത്തറി പരസ്യത്തിൽ നിന്നെന്താ എന്റെ കൊച്ചിനെ ഒഴിവാക്കിയത്? ആരൊഴിവാക്കി? ലിസയെ ഫിക്സ് ചെയ്തോ? ലിസയല്ല, നിന്റെ മൂത്ത മോൾ ഡയാന. അയ്യോ എന്റെ അച്ചായ, അവൾക്ക് മോഡലിംഗ് ഒന്നും അറിയില്ല, നേരെ നടക്കാൻ പോലും അറിയില്ല. വീട്ടിൽ ഒരു ദിവസം കുറഞ്ഞത് 4 വട്ടം വീഴും. പറ അച്ചായ, എന്റെ ലിസിക്ക് എന്താ കുഴപ്പം? എന്റെ അച്ചാമ്മ, ഞാനല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. ആ പ്രതാപനാ നിങ്ങളുടെ ഗുരുജി. അവന്റെ തലച്ചോറിലാണ് ഈ സ്റ്റുഡിയോ ഓടുന്നത്. ഞാൻ വെറും അച്ചായം മാത്രം. അല്ല, അതിനെന്താ അച്ചാമ്മ വിഷമിക്കുന്നത്? രണ്ടും നിങ്ങളുടെ മക്കളല്ലേ. 2 വരുമാനവും അച്ചാമ്മയുടെ കയ്യിലല്ലേ വന്നെത്തുന്നത്. അച്ചായൻ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്ത് കാര്യം? അവൾ, ആ ഡയാന, എന്റെ മകളല്ല. ജോസഫ് എന്റെ 2ാം കെട്ടാണെന്ന് അച്ചായൻ അറിയാലോ. അറിയാം. അവൾ അതിയാന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയാ. ഓ, അങ്ങനെയാണ്. എന്റെ അച്ചായ, അവൾ ഒരു മണ്ടിയാ. ഈ ഫീൽഡിൽ അവൾ വന്ന കൈവിട്ടു പോകും.
അച്ഛനെ എങ്ങനെയെങ്കിലും ഈ കോൺട്രാക്ട് ലിസയ്ക്ക് കൊടുക്കണം പ്ലീസ്. ഞാൻ പ്രതാപനോടും സംസാരിക്കട്ടെ. താങ്ക് യു അച്ഛായ, താങ്ക് യു സോ മച്ച്. പുല്ല് എത്ര എഴുതിയിട്ട് ഈ കണക്ക് ശരിയാവുന്നില്ലല്ലേ. ആ സ്വാമിക്ക് ഒരു ഫുള്ള് മേടിച്ചു കൊടുത്ത് അതിൻ്റെ കണക്ക് എവിടെ കൊണ്ടുവച്ച് എഴുതും ഭഗവാനെ. സുരേഷ് ഒരു കട്ടൻ ഇറ. നാരായണേട്ടാ, ഓ അച്ചായൻ പറഞ്ഞു കുറച്ച് ക്യാഷ് വാങ്ങിച്ചോളാൻ. എത്ര? 10,000 രൂപ. ഞാനിത് ഏത് കണക്കിൽ എഴുതണം? മെസ്ലാനിയസ്. മെസലേനിയസ് അനാമത്ത്. അതിരിക്കട്ടെ. ആ ഹാൻഡ്ലൂമിൻ്റെ ആഡ് ലിസയ്ക്ക് ഉറപ്പിച്ചോ? ഏതാണ്ട് ഉറപ്പിച്ചു. നടക്കത്തില്ല. ഗുരുജി തീരുമാനിച്ചു കഴിഞ്ഞു. അത് നിങ്ങളെ മൂത്ത മോൾ ഡയാനയ്ക്കാ. ശരിക്കും ഞാൻ കള്ളം പറയില്ലെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ എന്തിനാ അമ്മ ഇവിടുന്ന് കെട്ടിയൊരുങ്ങി പോയത്? മോളെ, ഞാൻ എന്നെ കൊണ്ടാവും വിധം കാര്യങ്ങളൊക്കെ നേരെയാക്കിയിട്ടുണ്ട്. ഗുരുജിയാണ് പ്രശ്നം. പക്ഷേ അച്ചായനെല്ലാം പറഞ്ഞ് നേരെയാക്കും. അമ്മച്ചി അതിനുവേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. നാരായണേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമായിരിക്കും. നമ്മൾ വിട്ടാലല്ലേ അവള് പോകൂ, വിടൂലല്ലോ. അച്ചാമ്മ ആരാണെന്ന് അവൾക്കറിയില്ലല്ലോ. നിർത്താം മക്കളെ, അമ്മച്ചി നിർത്താം. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ മോളെ. നന്നാവില്ല, ഒരു കാലവും നന്നാവില്ല. ഭാഗ്യം പ്ലാസ്റ്റിക് ആയിരുന്നു. എന്റെ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചേ അടങ്ങുള്ളൂ, അല്ലേ മനുഷ്യ? എന്തുവാ ഇത്? മിണ്ടരുത്. നിങ്ങളുടെ മോള് കാരണം ഇതൊക്കെ. നിങ്ങൾ കാരണം എന്റെ കൊച്ചും കൂടി എന്നെ വെറുത്തു തുടങ്ങി. അച്ചാമേ, ഉള്ളിൽ എന്താന്ന് വെച്ചാൽ തുറന്നു പറ. 3-4 ദിവസം കൊണ്ട് ഞാൻ കേൾക്കുക. ഞാൻ എന്ത് വേണം? ഞാനെന്റെ കൊച്ചു കൂടി ഇറങ്ങണോ? ആ എടി ലിസേ, കേട്ടോ? ഇങ്ങേരുടെ മോളും കൂടി ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന്. എങ്ങോട്ട് ഇറങ്ങാൻ? പെരുവഴിയിലേക്കോ? എവിടെ കിടക്കും? കടവരാന്തേലോ? ഓ, എങ്ങനെ കഴിയും? സുന്ദരി മോളെ കൊണ്ടുപോയി വിൽക്കൂ. മോളെ, ലിസ. ആഘോഷിച്ചോ? രണ്ടാളിങ്ങി വന്നേ. ആദ്യത്തെ സന്ധ്യക്കുള്ള ട്രെയിനിന് ഞാൻ ബാംഗ്ലൂർ വരുന്നു. അറിഞ്ഞു സാർ. അപ്പം ഞാൻ പറയട്ടെ. പറഞ്ഞ സാർ. ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് വരുവുള്ളൂ. അതുവരെ സ്റ്റുഡിയോ അവധിയാ. പ്രതാപനല്ലാതെ ആര് വന്നാലും സ്റ്റുഡിയോ ബിൽഡിംഗ് തുറന്നു കൊടുക്കരുത്. ശരി സാർ. ആരും വരില്ല, എന്നാലും സ്വാമി എന്നെ കൊണ്ട് സ്റ്റേഷൻ വിട്ടിട്ട് കാർ ഇവിടെ കൊണ്ടുവരണം. ശരി സാർ. അത്രേ ഉള്ളൂ. കാഴ്ച വന്നല്ലോ, മിന്നി കിട്ടും പെൺമണിയെ നേരിൽ കണ്ടല്ലോ. ഹലോ, ഇത് എലിസബത്തിന്റെ വീടല്ലേ? ഞാൻ പ്രതാപനാ. ഗുഡ് ഈവനിങ് സർ, ഞാൻ ലിസയാണ്. ഗുഡ് ഈവനിങ്. കുട്ടിയുടെ അമ്മയുണ്ടോ? കൊടുക്കാം. അമ്മ, അമ്മ, ഗുരുജിയെ ഫോണിൽ. നമസ്കാരം. ഈ പാവപ്പെട്ടോളെ വിളിക്കാൻ തോന്നിയല്ലോ. ഒരു റഫ് ഡിസൈൻ ഉണ്ടാക്കാനാണ്. മകളുടെ 1-2 ഫോട്ടോസ് വേണം. ഞാൻ മധുവിനെ വിടാം. നാളെ ഒരു ഫോട്ടോഷൂട്ടും വേണ്ടി വരും. അത് 2 ദിവസം കഴിഞ്ഞ് മതി. ലിസയുടെ എല്ലാ തരം ഫോട്ടോകളും സ്റ്റുഡിയോയിൽ കാണുമല്ലോ ഗുരുജി. ലിസയുടെ അല്ല, മറ്റേ കുട്ടിയുടേത്. ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു? കേട്ടു ഗുരുജി. ഞാൻ ഡയാനയെ ഒരുപാട് നിർബന്ധിച്ചു. അവൾക്ക് ഇതൊന്നും വയ്യാന്നാ പറയണത്. അതുമല്ല, അവളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചതുപോലെയാ. അവരുടെ വീട്ടുകാർക്ക് ചിലപ്പോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഓഹോ, ലിസിയെ ഞാൻ നാളെ അങ്ങോട്ട് അയക്കാം. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എടി മോളെ, അന്ന് സ്റ്റുഡിയോയിൽ നീ ഇവളുമായിട്ട് പോയപ്പോ ആ ഗുരുജി അവിടെ ഉണ്ടായിരുന്നോ? വരാൻ നേരം റിസപ്ഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മയക്കി കളഞ്ഞു. കിട്ടിയ നേരം കൊണ്ട് അയാളെ പോലെ ഒരുത്തനെ ഇവിടെ മയക്കിയെങ്കിൽ
ഇവള് ഫീൽഡിൽ ഇറങ്ങിയാലുള്ള സ്ഥിതി. അച്ഛമ്മേ എന്റെ കുട്ടി അനാവശ്യം പറയരുത്. ഓ, നിങ്ങളുടെ കുട്ടി അൽഫോൻസാമയല്ലേ ഇവള്? നിന്നെ ഞാൻ വാഴിക്കാൻ വേണ്ടി ഒരു അന്തി ഞാൻ നിന്നെ എന്റെ വീട്ടിൽ കടത്തിത്തില്ല. ഇപ്പൊ ഇറങ്ങിക്കോണം. എന്റെ മോക്ക് പാരയായിട്ട് ആരും ഇവിടെ വേണ്ട. ഞാൻ വാട കൊടുക്കുന്ന വീട്ടില്. പാമ്പിനാണല്ലോ മാതാവേ ഞാൻ. പൂച്ചയെ പോലെ നടന്നിട്ട് ഒരു അറുവാണി. നിർത്തടി. താനും ഇറങ്ങിക്കോണം. അമ്മ ഒന്ന് നിർത്തമ്മ. ദേ ഇതിൽ ബാക്കിയുണ്ട്, അതുകൂടെ കുടിച്ചോ. അത് മാത്രം നിർത്തരുത്.